ബിഗ് ലേണിങ്ങിൻ്റെ KCB വർക്കർ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ മറ്റൊരു സെഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ പവർ ജനറേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിൻ്റെ ബേസിക് ഒരു ഏരിയയിൽ പവർ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയയ്ക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് പവർ ജനറേഷനിൽ കൺസെപ്ച്വലായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്, ഇക്വേഷൻസും വളരെ കുറവാണ്, തീരെ കുറവാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളും ഓർത്ത് വയ്ക്കാനായിട്ടുള്ള ഒരു ഏരിയയാണ് പവർ ജനറേഷൻ എന്ന് പറയുന്നത്. ഇത്തരം ഏരിയകളെ നമ്മൾ വർക്കർ പോലൊരു എക്സാമിന് കുറച്ചും കൂടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഏരിയയാണ്. ഇപ്പോൾ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി ചോദിച്ചാലും ചിലപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിക്കോളും. ബട്ട് പവർ ജനറേഷൻ പോലെയോ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ പോലെയോ ഉള്ള ഏരിയകളിൽ ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായ ഉത്തരം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു മാർക്ക് നമ്മൾ സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെക്കാട്ടിയും ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയോ റാങ്ക് പുറകോട്ട് പോയി എന്നുള്ളതാണ് ആ ഒരു മാർക്കിൻ്റെ ബേസിൽ. അതെന്തെങ്കിലും തെറ്റിപ്പോവുകയും കൂടെ ചെയ്താൽ 1.33 മാർക്കിൻ്റെ നഷ്ടമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ റാങ്കിൽ നമ്മൾ വളരെയധികം പുറകോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയ പഠിക്കുമ്പോൾ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെച്ചിട്ട് ഓർക്കാവുന്ന കാര്യങ്ങളുണ്ട്, ചിലത് അല്ലാണ്ട് ഭീകരമായി ഒന്നും മനസ്സിലാക്കാതെയും ഓർക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ആ രണ്ട് കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സെഷനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പവർ ജനറേഷൻ്റെ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: വിച്ച് പവർ പ്ലാന്റ് ജനറേറ്റ്സ് ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പവർ ജനറേഷൻ, ഇലക്ട്രിക് പവർ ജനറേഷൻ നടക്കുന്ന ഏത് പവർ ജനറേറ്റിംഗ് സെക്ടറിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഏത് മെത്തേഡ് ഓഫ് ജനറേഷനാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഹൈഡ്രോ ആണോ, സോളാർ ആണോ, തെർമലാണോ, വിൻഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നോർമലി ഈ ചോദ്യം കേൾക്കുമ്പോൾ മലയാളികൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് ഹൈഡ്രോ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പവർ ജനറേഷൻ നടക്കുന്ന സെക്ടർ തെർമൽ പവർ പ്ലാന്റ് ആണ്. ഓപ്ഷൻ സി, തെർമൽ പവർ പ്ലാന്റ് ആണ്. നമ്മുടെ കേരളത്തിൽ തെർമൽ പവർ പ്ലാന്റുകളുടെ എണ്ണം വളരെ കുറവാണെങ്കിലും, തീരെ കുറവാണെങ്കിലും, നോർത്തിൽ കൂടുതലും തെർമൽ പവർ പ്ലാന്റ്സ് ഉപയോഗിച്ചുള്ള ജനറേഷനാണ് കൂടുതൽ. ഇന്ത്യയിലെ മേജർ ഷെയർ തെർമൽ പവർ പ്ലാന്റ്സിനാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി, തെർമൽ പവർ പ്ലാന്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം: വിച്ച് പവർ പ്ലാന്റ് ഹാസ് ദ ലോവസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്? ഈ കൂട്ടത്തിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ പവർ പ്ലാന്റ് ഏത് എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ജനറലി ഏറ്റവും കുറഞ്ഞ പവർ പ്ലാന്റുകളിലൊന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയാനുള്ള കാരണം തെർമലിലോ ഡീസലിലോ ഗ്യാസ് ടർബൈനിലോ ഒക്കെ വളരെ വലിയ രീതിയിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഒരു കെട്ടി നിർത്തപ്പെട്ട വെള്ളം, ഈ ഇനിഷ്യൽ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം ഡാം പോലെ അത്രയും വലിയ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യണം, അത്രയും ഏരിയ നമുക്ക് സ്വന്തമായിട്ട് വേണം. അതായത് ഡാമിൻ്റെ അടുത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്ന ആ ഒരു ഏരിയ മുതൽ റിസർവോയർ കിടക്കുന്ന ഒരു വലിയ ഏരിയ, അതിൻ്റെ താഴേക്ക് പെൻസ്റ്റോക്ക് ലേ ചെയ്തേക്കുന്ന ആ ഏരിയ, ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഇരിക്കുന്ന, അല്ലെങ്കിൽ ജനറേറ്റേഴ്സ് ഇരിക്കുന്ന പവർ സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ, ഇത്രയും വലിയ ഏരിയ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷനുകൾ, ജനറേറ്ററുകൾ മുതലായവ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് വളരെ ഹൈ ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്. ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കൃത്യമായി വായിച്ചു നോക്കേണ്ടത് ഏത് കോസ്റ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ പവർ പ്ലാന്റ് ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. അതേസമയം ഇനീഷ്യൽ കോസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഏറ്റവും കൂടിയ ആളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് ആൻസർ എഴുതാൻ നോക്കുക. വിച്ച് ടർബൈൻ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഹൈ ഹെഡ് ഹൈഡ്രോ പവർ പ്ലാന്റ്സ്? പല PSC ചോദ്യ പേപ്പറുകളിലും തിരിച്ചും മറിച്ചും വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏത് ഹെഡ് അനുസരിച്ച് ഏത് ടർബൈൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ അങ്ങ് തീർത്ത് കളയാം. ഓക്കെ, ഹൈ ഹെഡ് പവർ പ്ലാന്റ്സ്, വലിയ ഹെഡുള്ള, അതായത് ഏകദേശം ഒരു 500 മീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെ, 2000 മീറ്റർ വരെയോ ഓർ 1000 മീറ്റർ വരെയോ ഉള്ള നീളമുള്ള അത്രയും പൊക്കത്തിനെയാണ് നമ്മൾ ഹെഡ് എന്ന് വിളിക്കുക. ഹെഡ് മീൻസ് റിസർവോയർ ഇരിക്കുന്ന ഏരിയയും
താഴെ പവർ പ്ലാന്റിൽ ടർബൈൻ ഇരിക്കുന്ന ഏരിയയും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹെഡ് എന്ന് വിളിക്കുക. പെൻസ്റ്റോക്ക് ചരിച്ചിട്ടായിരിക്കും ലേ ചെയ്തിരിക്കുക, പക്ഷേ ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹെഡ് എന്ന് വിളിക്കുക. ആ ഡിസ്റ്റൻസ് ഒരു 500 മുതൽ 1000 മീറ്റർ വരെയോ 2000 മീറ്റർ വരെയോ അത്രയും വലിയ ഹെഡുള്ള പവർ പ്ലാന്റ്സിനെയാണ് ഹൈ ഹെഡ് പവർ പ്ലാന്റ്സ് എന്ന് ജനറലി വിളിക്കുക. ഹൈ ഹെഡ് പവർ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന ടർബൈൻ ഈസ് പെൽട്ടൺ വീൽ. ഹൈ ഹെഡ് പവർ പ്ലാന്റ്സിന് ഉപയോഗിക്കുന്ന ടർബൈൻ ഈസ് പെൽട്ടൺ വീൽ. പെൽട്ടൺ വീൽ എന്ന പേരെങ്കിലും അതൊരു ടർബൈനാണ്. കാര്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് പെൽട്ടൺ വീലിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചാൽ നല്ലതായിരിക്കും. പെൽട്ടൺ വീല് ഒരു ഇമ്പൾസ് ടൈപ്പ് ടർബൈനാണ്. ടർബൈനുകൾ ഇമ്പൾസും റിയാക്ഷൻ ടൈപ്പും ഉണ്ടെന്ന് നമ്മൾ മെക്കാനിക്കലിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഇമ്പൾസ് ടൈപ്പ് ടർബൈനുകളാണ് പെൽട്ടൺ ടർബൈൻ. ഓക്കെ, പെൽട്ടൺ ടർബൈൻ ഇവിടെ ഉപയോഗിക്കുന്ന ഹൈ ഹെഡ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു വാക്കും കൂടെ ചിലപ്പോൾ കാണാം, ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ്. ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് പവർ പ്ലാന്റ്സ് വളരെ കൃത്യമായി ഓർക്കേണ്ട കാര്യമാണ്. പെൽട്ടൺ വീൽ ഈസ് യൂസ്ഡ് ഇൻ ഹൈ ഹെഡ് പ്ലസ് ലോ ഡിസ്ചാർജ് പവർ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന ടർബൈനാണ് പെൽട്ടൺ ടർബൈൻ. ഇറ്റ് ഈസ് ആൻ ഇമ്പൾസ് ടർബൈൻ. കൃത്യമായി പറഞ്ഞാൽ ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈനാണ് പെൽട്ടൺ ടർബൈൻ. പെൽട്ടൺ ടർബൈൻ ഈസ് എ ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ. ഓക്കെയാണ്. മീഡിയം ഹെഡിൽ, അതായത് 500 മീറ്റർ വരെ അല്ലെങ്കിൽ 250 മീറ്റർ വരെ ഹെഡുള്ള പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന ടർബൈൻ, മീഡിയം ഹെഡ് പവർ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന ടർബൈനാണ് ഫ്രാൻസിസ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ മീഡിയം ഹെഡ് പവർ പ്ലാന്റ്സ്. മീഡിയം ഹെഡ് പവർ പ്ലാന്റ്സിലാണ് ഫ്രാൻസിസ് ടർബൈൻ ഉപയോഗിക്കുന്നത്. ഫ്രാൻസിസ് ടർബൈൻ ഈസ് എ റിയാക്ഷൻ ടൈപ്പ് ടർബൈൻ. പെൽട്ടൺ വീല് ഇമ്പൾസ് ടർബൈൻ ആണെങ്കിൽ ഫ്രാൻസിസ് ടർബൈൻ റിയാക്ഷൻ ടൈപ്പ് ടർബൈനാണ്. ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈനാണ് ഫ്രാൻസിസ് ടർബൈൻ. ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. ഈ വാക്കുകളും കൂടെ സൂക്ഷിച്ച് പഠിച്ചു വെച്ചിരിക്കണം. കാര്യം ഒരു വർക്കർ പോലെയോ ഇൻസ്ട്രക്ടർ പോലെയോ ഇലക്ട്രീഷ്യൻ പോലെയോ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് നിന്ന് ഇനി എന്ത് വ്യത്യാസപ്പെടുത്തി ചോദിക്കാമെന്ന് ചിന്തിച്ചാൽ ഈ ഡീറ്റെയിൽസ് ആണ് ഇനി ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. ഇത് ഇപ്പോൾ പറഞ്ഞ ഈ ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ എന്നുള്ളത് വളരെ കോമൺ ആയി ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമല്ല. ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ എന്നുള്ളത് വളരെ കോമൺ ആയി ചോദിക്കപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമല്ല. ഹൈ ഹെഡ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ലോ ഡിസ്ചാർജ് എന്നുള്ള ചോദ്യം വളരെ കുറച്ചേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി ചോദ്യം ഇടാൻ താല്പര്യമുള്ള ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇനി എക്സ്പെക്റ്റ് ചെയ്യാം. എന്ന് മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിരിക്കും. കാരണം നോർമലി പഠിച്ചു വരുന്ന പാറ്റേണിൽ നിന്ന് ഒരു എക്സ്ട്രാ മൈൽ പോകുമ്പോഴാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അത് എല്ലാവരും പഠിച്ചോളണമെന്ന് നിയമമില്ല. ഓർഗനൈസ്ഡായി പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമായിരിക്കും ഈ ഒരു ഡെപ്തിൽ ഇത് പഠിക്കുക. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് മുന്നേക്ക് കൊണ്ടുപോകാൻ റാങ്ക് മേക്കിംഗ് എന്നുള്ള രീതിയിൽ വരാവുന്ന ചോദ്യങ്ങളാണിത്. മൂന്നാമത്തെ സംഗതി, ഇപ്പോൾ നമ്മൾ ഹൈ ഹെഡിൻ്റെ കാര്യം പറഞ്ഞു, അത് പെൽട്ടൺ വീലാണ്. ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ ആണ് പെൽട്ടൺ ടർബൈൻ. ലോ ഡിസ്ചാർജ് ഹൈ ഹെഡ് പവർ പ്ലാന്റ്സിലാണ് പെൽട്ടൺ ഉപയോഗിക്കുക. മീഡിയം ഹെഡിൽ ഉപയോഗിക്കുന്നത് ഫ്രാൻസിസ് ടർബൈൻ ആണ്. ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. 250 മീറ്ററോ 500 മീറ്ററോ വരെ ഹെഡുള്ള മീഡിയം ഹെഡ് പവർ പ്ലാന്റ്സിലാണ് ഫ്രാൻസിസ് ടർബൈൻ ഉപയോഗിക്കുക. ആൻഡ് ദ തേർഡ് വൺ ഇസ് ലോ ഹെഡ് പവർ പ്ലാന്റ്സിൽ 100 മീറ്റർ വരെയൊക്കെ മാത്രം ഹെഡുള്ള പവർ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന ടർബൈനാണ് കപ്ലാൻ ടർബൈൻ. കപ്ലാൻ ടർബൈൻ ഈസ് യൂസ്ഡ് ഇൻ ലോ ഹെഡ് പവർ പ്ലാന്റ്സ്. പ്രൊപ്പല്ലർ ടൈപ്പ് റിയാക്ഷൻ ടർബൈൻ ആണ് കപ്ലാൻ ടർബൈൻ. പ്രൊപ്പല്ലർ ടൈപ്പ് റിയാക്ഷൻ ടർബൈൻ. ഓക്കെ, ഈ കാര്യങ്ങളും കൂടെ ചേർത്ത് പഠിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ഐഡിയ കിട്ടും. ആ ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ മിസ്സാവാതിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലോഡ് ഡിമാൻഡ് വേരീസ് ത്രൂ ഔട്ട് ദ ഡേ. ഒരു ദിവസം ലോഡ് കയറിയും ഇറങ്ങിയിരിക്കും, കൂടിയും കുറഞ്ഞും ഇരിക്കും. ദ പവർ പ്ലാന്റ് ദാറ്റ് മീറ്റ്സ് പീക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോഡ് ഉപയോഗിക്കപ്പെടുന്ന, നമ്മുടെ കേരളത്തിലെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണെങ്കിൽ ഒരു നോർമൽ കുടുംബത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണെങ്കിൽ വൈകുന്നേരം 6 മുതൽ 10 വരെയുള്ള സമയവും രാവിലെ ഒരു 6:30 മുതൽ 9:30-10 മണി വരെയുള്ള സമയവും പീക്ക് ലോഡുകളായി ഗണിക്കപ്പെടാവുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ അപ്ലയൻസുകൾ ഉപയോഗിക്കപ്പെടുന്ന സമയമാണ് പീക്ക് ലോഡ്. പീക്ക് ലോഡ് ഡിമാൻഡിനെ വളരെ ക്വിക്കായി
പെട്ടെന്ന് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ് ഏത്? അപ്പോൾ അങ്ങനെ ഒരു പവർ പ്ലാന്റ് വളരെ പെട്ടെന്ന് ഓൺ ആവണം. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓണായി, റിയാക്ഷൻ നടന്നു, വെള്ളം ചൂടായി, സ്റ്റീമായി, സ്റ്റീമിനെ സൂപ്പർ ഹീറ്റ് ചെയ്ത് മാത്രമേ ന്യൂക്ലിയർ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുള്ളൂ. ഡീസൽ പവർ പ്ലാന്റിൽ ആ ഡീസൽ സൈക്കിള് നടന്നു, ആ ഡീസൽ സൈക്കിളിൻ്റെ ഓരോ പ്രോസസ്സും കംപ്രഷനും അങ്ങനെ ആ സൈക്കിളിൻ്റെ സ്ട്രോക്കുകൾ ഓരോന്നും കംപ്ലീറ്റ് ആയിട്ടാണ് ഡീസൽ പവർ പ്ലാന്റ് ഔട്ട്പുട്ട് തരിക. അത്രയും ടൈം എടുക്കും. കോൾ പവർ പ്ലാന്റ് മീൻസ് തെർമൽ പവർ പ്ലാന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അവിടെ ആ തെർമൽ റിയാക്ഷൻ നടന്ന് ബോയിലറിൽ വെള്ളം തിളച്ച് ആ സ്റ്റീമിനെ സൂപ്പർ ഹീറ്റ് ചെയ്ത് മാത്രമേ ടർബൈനിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഹൈഡ്രോ പവർ പ്ലാന്റ് കുറച്ചും കൂടെ പെട്ടെന്ന് പീക്ക് ഡിമാൻഡിനെ വളരെ പെട്ടെന്ന് സപ്ലൈ ചെയ്യാൻ പറ്റിയ ആൾ, വെള്ളം കൃത്യമായ അളവിൽ ആ ടർബൈനിൽ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. വാൽവുകൾ കൃത്യമായിരിക്കുക, ഗൈഡ് വെയിനുകൾ കൃത്യമായിരിക്കുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചൂടാക്കി വീണ്ടും ചൂടാക്കി അത്രയും സമയം ഒന്നും വേസ്റ്റ് ആക്കാൻ വേണ്ട കാര്യമില്ല ഹൈഡ്രോ പവർ പ്ലാന്റ്സിൽ. അപ്പോൾ ക്വിക്ക്ലി ആ വാക്കാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പീക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഇവരെല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ക്വിക്കായിട്ട് പീക്ക് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ആണ്. അടുത്ത ചോദ്യം, ദ പർപ്പസ് ഓഫ് സർജ് ടാങ്ക് ഇൻ എ ഹൈഡ്രോ പവർ പ്ലാന്റ്. ഒരു ഹൈഡ്രോ പവർ പ്ലാന്റിലെ സർജ് ടാങ്കിൻ്റെ ഉദ്ദേശം എന്താണ്? വെള്ളം കെട്ടി നിർത്തുന്ന ഒരു ഹൈ ഹെഡിൽ അല്ലെങ്കിൽ ഒരു പൊക്കമുള്ള സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തുന്ന റിസർവോയറിൽ നിന്ന് ആ ടർബൈനിലേക്ക് വെള്ളത്തിനെ എത്തിക്കുന്ന പൈപ്പിനെയാണ് നമ്മൾ നോർമലി പെൻ സ്റ്റോക്ക് എന്ന് വിളിക്കുക. പെൻ സ്റ്റോക്കിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സർജ് ടാങ്കിനെ ബേസിക്കലി ഉപയോഗിക്കുക. സർജ് ടാങ്ക് ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ടാങ്ക് വിച്ച് ക്യാൻ ബി അറ്റ് എനി പോയിന്റ്. ഏകദേശം ഒരു ടോപ്പ് പോയിന്റിലായിരിക്കും കൂടുതലും. പെൻ സ്റ്റോക്കിൻ്റെ കുറച്ച് ടോപ്പ് പോർഷനിലേക്കായിരിക്കും സർജ് ടാങ്കിൻ്റെ ലൊക്കേഷൻ ഉണ്ടാവുക. അതിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനകത്ത് ആ പെൻ സ്റ്റോക്കിനകത്തുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ടാങ്കാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ സർജ് ടാങ്ക് അതിനകത്ത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനെന്നുള്ളതിനേക്കാളും ആ വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതർവൈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് വാട്ടർ ഹാമർ. വെള്ളം വന്ന് വളരെ ഫോഴ്സിൽ ഒരു ചുറ്റിക ഹാമർ കൊണ്ട് അടിക്കുന്നത് പോലെ പെൻ സ്റ്റോക്കിൽ വന്ന് അടിക്കാതിരിക്കാൻ, ആ പ്രഷർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ, ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ സേഫായി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ആളാണ് സർജ് ടാങ്ക്. വെള്ളത്തിൻ്റെ പ്രഷറിനെ നിയന്ത്രിക്കുന്നത്, കൃത്യമായി നിയന്ത്രിക്കുന്ന ആൾ വാൽവ് ഹൗസാണ്. ആ പെൻ സ്റ്റോക്കിനകത്തോട്ട് വെള്ളം ഇറങ്ങുന്ന സ്ഥലത്ത് വാൽവുകൾ ഉണ്ടാവും. അത് പ്രഷർ കൃത്യമായി നിയന്ത്രിക്കും. ടെമ്പററി സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് റിസർവോയറിൽ നിന്ന് അത്രയും വലിയൊരു മാസ് വെള്ളം ഇറങ്ങുന്നത് പോലെ വെള്ളം ഇറങ്ങി വരത്തില്ല സർജ് ടാങ്കിൽ നിന്ന്. അപ്പം വാട്ടർ ഹാമറിങ്, വളരെ പെട്ടെന്ന് ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെ വെള്ളം വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു പ്രഷറിന് ഒരു റിലീഫ് കിട്ടും സർജ് ടാങ്ക് അവൈലബിൾ ആണെങ്കിൽ. അപ്പോൾ വാട്ടർ ഹാമറിങ് റെഡ്യൂസ് ചെയ്യാൻ. കോൾ എന്ന് പറഞ്ഞത് ഹൈഡ്രോ പവർ പ്ലാന്റിലുള്ള ആളല്ല. ഓപ്ഷൻ എ തെറ്റ്. വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ആൾ ട്രാൻസ്ഫോമറാണ്. അത് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന സംഗതിയാണ്. സ്റ്റീം സ്റ്റോർ ചെയ്യാനൊന്നും സർജ് ടാങ്കിനെ ഉപയോഗിക്കാറില്ല. ഹൈഡ്രോ പവർ പ്ലാന്റിലുള്ള ആളാണ് സർജ് ടാങ്ക്. സ്റ്റീം ഹൈഡ്രോ പവർ പ്ലാന്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് വി ക്യാൻ ചൂസ് ദ ആൻസർ ആസ് ഓപ്ഷൻ ബി, ടു റെഡ്യൂസ് വാട്ടർ ഹാമർ. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഏത് എന്നാണ് ചോദ്യം. ഏറ്റവും ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെങ്കിൽ നമുക്കറിയാം അത് ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പള്ളിവാസലാണ്. ഓപ്ഷൻ സി, പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. KCBയുമായി ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ട് പണ്ട് KCB എക്സാംസിന്, ഈ ടെക്നിക്കൽ എക്സാംസിന് GK ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇത് സ്ഥിരം ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഇപ്പോഴും ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ പ്യുവർ ടെക്നിക്കൽ മാത്രമല്ലാണ്ട് KCBയെ പറ്റിയുള്ള, KCBയുടെ ജനറേഷൻ പ്ലാന്റുകളെ പറ്റിയുള്ള ഇത്തരം ഡീറ്റെയിൽസ് വേണമെങ്കിലും ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പള്ളിവാസലാണ്. ഓപ്ഷൻ സി, എനർജി സ്റ്റോർഡ് ഇൻ വാട്ടർ അറ്റ് എ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ വെള്ളം കെട്ടി നിർത്തിയാൽ എന്ത് എനർജി ആയിരിക്കും അതിലുണ്ടാവുക? നമുക്കറിയാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റിൽ വെള്ളം കെട്ടി നിർത്തുന്ന പൊട്ടൻഷ്യൽ എനർജി പെൻ സ്റ്റോക്ക് വഴി താഴേക്ക് അതിനെ ഒഴുക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയായി മാറുന്നു. പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജി വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ടർബൈനിലേക്ക് ആ വെള്ളം വന്ന് വീഴുവാണ്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആണ്. ബിക്കോസ് ദ ജനറേറ്റർ ഇസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് മെഷീൻ. ഇലക്ട്രോ മാഗ്നറ്റിസം പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ആളാണ് ജനറേറ്റർ. മാഗ്നറ്റിക്
മാഗ്നറ്റിസം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആ കൈനറ്റിക് എനർജീനെ, ആ മെക്കാനിക്കൽ എനർജീനെ നടുക്ക് നിന്ന് മെക്കാനിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ആ കൺവേർഷൻ പരിപാടി നടത്തുന്ന ആൾ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി, ഹൈറ്റിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. റൺ ചെയ്യുമ്പോൾ അത് കൈനറ്റിക് എനർജി, ആൻഡ് ദെൻ ദാറ്റ് കൈനറ്റിക് എനർജി ഓർ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് പവർ പ്ലാന്റ് ഹാസ് ദ ഹയസ്റ്റ് ഇനിഷ്യൽ കോസ്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന വഴിക്ക് പറഞ്ഞ കാര്യമാണ്. ഇനിഷ്യൽ കോസ്റ്റ് ഏറ്റവും കൂടുതലുള്ള പവർ പ്ലാന്റ് ഏത്? ഇപ്പം കോസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇനിഷ്യൽ കോസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്, റണ്ണിങ് കോസ്റ്റ് എന്നല്ല. ഏത് കോസ്റ്റ് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്ന് നമ്മൾ ഇത്തരത്തിലുള്ള മുന്നത്തെ ഒരു ചോദ്യത്തിലും പറഞ്ഞിരുന്നു. അതിവിടെ ആവർത്തിക്കുവാണ്. ഏത് കോസ്റ്റ് എന്നുള്ളത് വായിച്ച് നോക്കിയിട്ടേ ഓപ്ഷൻ സെലക്ട് ചെയ്യാവൂ. അധികം വെപ്രാള പിടിച്ച് അത് ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കാണ്ട് ഓപ്ഷൻസിലോട്ട് പോകാതിരിക്കാൻ നോക്കുക. ഏറ്റവും ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലുള്ള ആൾ ഹൈഡ്രോ ആണ്. കാരണം അത്രയും സ്ഥലം, ബിൽഡിങ്ങുകൾ, ജനറേറ്ററുകൾ മുതലായ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ലാൻഡ് ഉൾപ്പെടെ, റിസർവോയർ ഉൾപ്പെടെ ഒരു വലിയ സ്ട്രക്ചറാണ്. അതുൾപ്പെടെയുള്ള കോസ്റ്റ് ഉള്ളതുകൊണ്ട് ഇനിഷ്യൽ കോസ്റ്റ് ഏറ്റവും കൂടിയ ആൾ ഹൈഡ്രോ പവർ പ്ലാന്റ് ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വിച്ച് ഫ്യുവൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്? ന്യൂക്ലിയർ റിയാക്ടറിൽ ഏറ്റവും കോമണായി ഉപയോഗിക്കപ്പെടുന്ന ഫ്യുവൽ ഏത് എന്നാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ രണ്ട് തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കാം. വൺ ഈസ് ഫിഷൻ ആൻഡ് അനദർ വൺ ഈസ് ഫ്യൂഷൻ. നോർമലി കൂടുതൽ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ ന്യൂക്ലിയർ ഫിഷൻ ആണ്. കാരണം ഫ്യൂഷൻ കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടെ പാടാണ്. ഫിഷൻ കുറച്ചും കൂടെ കൺട്രോളബിൾ ന്യൂക്ലിയർ റിയാക്ഷനാണ്. അൺകൺട്രോളബിളായിട്ട് പോയാൽ അങ്ങനെ പോകാം, പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾ ഫിഷനാണ്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഫ്യുവൽ ഏതാണ്? യുറേനിയം. കൃത്യമായി പറഞ്ഞാൽ യുറേനിയം 235 ആണ് കറക്റ്റായി ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറിലെ യുറേനിയമാണ് ഉപയോഗിക്കുന്നതെങ്കിലുള്ള ഫ്യുവൽ. യുറേനിയം 235. നോർമലി എർത്തിൽ കാണപ്പെടുന്ന യുറേനിയം 239 ആണ്. അതിനെ എൻറിച്ച് ചെയ്താലേ അത് 235 ആയി മാറുള്ളൂ. അത് ഉപയോഗിച്ചാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ ചെയ്യുക. പക്ഷേ യുറേനിയം മാത്രമല്ല, പ്ലൂട്ടോണിയം, തോറിയം, ഈ രണ്ട് പേരെ വെച്ച് വേണമെങ്കിലും ഫിഷൻ റിയാക്ഷൻ നടപ്പിലാക്കാം. പ്ലൂട്ടോണിയം 239 അല്ലെങ്കിൽ തോറിയം 232. പ്ലൂട്ടോണിയം 239 അല്ലെങ്കിൽ തോറിയം 232, ഈ രണ്ട് പേരെയും വേണമെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറിലെ ഫ്യുവലായി ഉപയോഗിക്കാം. അപ്പോൾ യുറേനിയം മാത്രമല്ല ആൻസറായിട്ട് വരാവുന്ന. യുറേനിയം എന്നുള്ളതിന് പകരം കൃത്യം യുറേനിയം 235, വേറൊരു ഓപ്ഷൻ യുറേനിയം 239 വേണമെങ്കിലും തരാം. അതുകൊണ്ടാണ് ഈ അറ്റോമിക് നമ്പറും കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞത്. യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239 അല്ലെങ്കിൽ തോറിയം 232, ഇവരൊക്കെയാണ് ഫിഷണബിൾ മെറ്റീരിയൽസ്. ഫിഷൻ റിയാക്ഷൻ ഉൾപ്പെടുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ മെറ്റീരിയൽസ്. കോള് നമുക്കറിയാവുന്ന പോലെ തെർമൽ പവർ പ്ലാന്റിലാണ്. ഡീസൽ പവർ പ്ലാന്റ്സിലാണ്. ഡീസൽ സൈക്കിൾ ഉപയോഗിച്ച്, ഡീസൽ കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കുന്ന പരിപാടിയല്ല, നമ്മുടെ ഡീസൽ വണ്ടികളിൽ ഉപയോഗിക്കുന്ന ഡീസൽ സൈക്കിൾ ഉപയോഗിച്ചുള്ള പവർ ജനറേഷനാണ് ഡീസൽ പവർ പ്ലാന്റ്സിൽ നടക്കുക. നാച്ചുറൽ ഗ്യാസ് അല്ല ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായി ആ 239 എന്നുള്ളത്, 235 യുറേനിയം 235 എന്നുള്ളതും പ്ലൂട്ടോണിയം 239 എന്നുള്ളതും തോറിയം 232 എന്നുള്ളതും കൃത്യമായി അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റീം റിക്വയർഡ് ഇൻ എ തെർമൽ പവർ പ്ലാന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ. തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന സ്റ്റീം എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ വായിച്ച് നോക്കിയാൽ വലിയ കുഴപ്പമില്ലാതെ ആൻസറിൽ എത്തേണ്ടതാണ്. ടർബൈനിൽ ആ സ്റ്റീം കൊണ്ടുവന്ന് ഇംപിഞ്ച് എന്നാണ് കൃത്യമായിട്ടുള്ള ടെക്നിക് വാക്ക്. ഇംപിഞ്ചസ് കൊണ്ടുവന്ന് മുട്ടിക്കുകയാണ്. ആ സ്റ്റീമിനെ ടർബൈനിലേക്ക് കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടർബൈൻ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന, സ്റ്റീം ഈസ് പ്രൊഡ്യൂസ്ഡ് ടർബൈനിലല്ല. കണ്ടൻസർ, ടർബൈനിൽ ഉപയോഗിച്ച് കഴിഞ്ഞ സ്റ്റീമിനെ വീണ്ടും വാട്ടറാക്കി കൺവേർട്ട് ചെയ്ത് കൂള് ചെയ്യുന്ന ഏരിയ, അതാണ് കണ്ടൻസർ. ആ പ്രോസസ്സ് നടപ്പിലാക്കുന്ന ആളാണ്. കൃത്യമായി പറഞ്ഞാൽ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യിപ്പിച്ച് വീണ്ടും വാട്ടറാക്കി, യൂസ്ഡ് സ്റ്റീമിനെ, ഉപയോഗിച്ച് കഴിഞ്ഞ സ്റ്റീമിനെ വീണ്ടും പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു തെർമൽ പവർ പ്ലാന്റിൻ്റെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസർ. വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ് നമുക്കറിയാം. അയാളല്ല സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന. ബോയിലർ, വാക്ക് കൃത്യമാണ്. ബോയിലറിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തുകയും ബോയിലറിൻ്റെ അടുത്ത് കമ്പർഷൻ ചേംബറിൽ
ഫ്യൂവൽ എയർ മിക്സ്ചർ ബേൺ ചെയ്ത് ആ ചൂട് ഉപയോഗിച്ച് ബോയിലറിലുള്ള വെള്ളം സ്റ്റീമാക്കി മാറ്റി ആ സ്റ്റീമിനെ ഒന്നും കൂടെ വീണ്ടും ഹീറ്റ് ചെയ്ത് സൂപ്പർ ഹീറ്റ് ചെയ്തതിന് ശേഷം, അപ്പോൾ ബോയിലറിൽ വെള്ളം ചൂടാവുകയാണ് ചെയ്യുക, എന്നിട്ട് ആ സ്റ്റീമിനെ എന്ത് ചെയ്യും? സൂപ്പർ ഹീറ്റ് ചെയ്യും. സൂപ്പർ ഹീറ്റ് ചെയ്തിട്ടാണ് ടർബൈനിൽ കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യിപ്പിക്കുന്നത്, ഇംപിഞ്ച് ചെയ്യിപ്പിക്കുന്നത്, ടർബൈൻ കറങ്ങി നമുക്ക് ജനറേഷൻ നടക്കുന്നത്. ആ ബോയിലറിലേക്ക് പമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടൻസറിൽ നിന്നാണ് പിന്നെ ബോയിലറിലേക്ക് വീണ്ടും ഈ വെള്ളത്തിനെ ഫീഡ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് നടത്തുന്ന ആളാണ് പമ്പ്. കുറച്ചും കൂടെ കൃത്യമായി പറഞ്ഞാൽ ഫീഡ് വാട്ടർ പമ്പ്. കൂളിങ്ങിനുള്ള വെള്ളവും, പവർ പ്ലാന്റിൽ കൂളിങ്ങിന് വളരെയധികം വെള്ളം ആവശ്യമുണ്ട്. ആ വെള്ളവും ഫീഡ് വാട്ടർ പമ്പ് ഉപയോഗിച്ചാണ് കണ്ടൻസറിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കണ്ടൻസറിൽ ഉപയോഗിച്ച് കഴിഞ്ഞ സ്റ്റീം വീണ്ടും വാട്ടറാക്കി മാറ്റുന്ന പ്രോസസ്സാണ് കൂളിംഗ് ടവറും കണ്ടൻസറുമായി ബന്ധപ്പെട്ട ആളാണ്. കണ്ടൻസറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് കൂളിംഗ് ടവർ. ഓക്കെ. തെർമൽ പവർ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോഴും അടുത്തൊരു വാട്ടർ ബോഡി ഉണ്ടായിരിക്കണം. വളരെ ലാർജ് എമൗണ്ട് ഓഫ് വെള്ളം, ഹൈഡ്രോയെ പോലെ വെള്ളം ഉപയോഗിച്ചല്ല വർക്ക് ചെയ്യുന്നതെങ്കിലും ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ പ്രൊഡ്യൂസിങ് സ്റ്റീം ആൻഡ് ഫോർ കൂളിംഗ്, ഇത് രണ്ട് പ്രോസസ്സിനും ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആവശ്യമുള്ള ആളാണ് തെർമൽ പവർ പ്ലാന്റ്. അപ്പോൾ നമ്മളിപ്പോൾ പവർ ജനറേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് എല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് കുഞ്ഞു നോട്ട്സ്, ഇത് കാണുന്നതിൻ്റെ കൂടെ കുഞ്ഞ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോയാൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. നോർമലി നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് ഒരുമിച്ച് കിട്ടും നമുക്ക്. അതുകൊണ്ട് ചെറിയ ഷോർട്ട് നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്യാമെങ്കിൽ അത് നല്ലതായിരിക്കും തോന്നുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ട് കൃത്യമായി ഒരു ഏരിയ ഇന്ന കാര്യം പഠിച്ച് കൃത്യമായി ഫോക്കസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ നമുക്കൊരു മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗ് ലേണിങ്ങിൻ്റെ KCB വർക്കറിൻ്റെ ഒരു ബാച്ച്, ഒരു ഓർഗനൈസ്ഡ് സ്റ്റഡിക്കുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബാച്ച് അവൈലബിൾ ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനിലോട്ട് പോകാം. ഓറൽസ് ഇതിനകത്ത് കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ തിരക്കാവുന്നതും അഡ്മിഷനിലേക്ക് പോകാവുന്നതുമാണ്. ഓക്കെ. മറ്റൊരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.